ഈ കോഴിക്കോട് ഭയങ്കര രസമുള്ളൊരു സിറ്റിയാണ്. കോഴിക്കോട് കുറച്ച് നാൾ താമസിച്ച ഒരാൾക്ക് അയാൾ എവിടെയാണ് സെറ്റിലാണെന്ന് ചോദിച്ചാൽ അയാൾ കോഴിക്കോട് സെറ്റിലാണെന്ന് പറയാം. അങ്ങനത്തെ ഒരു വൈബ് സ്ഥലമാണ്. മാത്രമല്ല നമുക്ക് എന്തെങ്കിലും റിഫ്രഷ് ചെയ്യാൻ തോന്നിയാൽ നേരെ അങ്ങ് ബീച്ചിൽ പോവുക. ബീച്ചിൽ പോയി കുറച്ച് സമയം ചിലവഴിച്ച് മാനാഞ്ചർ സ്ക്വയർ സമയം ഇരുന്നിട്ട് ആ മിഠായി തെരുവിൻ്റെ അടുത്ത് നടന്ന് നമ്മുടെ എല്ലാ ടെൻഷനും പോയിട്ടുണ്ട്. അങ്ങനത്തെ സ്ഥലം. ആ ബീച്ചിന് സ്പെഷ്യൽ വൈബാണ്. വൈകുന്നേരം പോയിട്ട് ഐസറതി, മധുരമുള്ള ഐസറതി അല്ലെങ്കിൽ എരിവുള്ള ഐസറതി, മിക്സ് ഐസറതിയൊക്കെ കഴിച്ച് ആ ഉപ്പിലിട്ടതൊക്കെ കുറച്ച് കഴിച്ച് നേരെ ബീച്ചിലൂടെ നടക്കുക. ബീച്ചിൽ നടക്കുമ്പോൾ ഓരോ മനുഷ്യരും ഓരോ രീതിയിൽ ആ ബീച്ചിങ്ങനെ എൻജോയ് ചെയ്യുന്ന കാണാം. ചില ഫാമിലി ആയിട്ട് വന്ന് അവിടെ ഇരിക്കുന്നുണ്ടാവും, കുറച്ചാൾ ഈ വട്ടത്തിലിരുന്നിട്ട് പാട്ട് പാടുന്നുണ്ടാവും, ചില ആൾ ബാൻഡ് ഉണ്ടാവും, ചുറ്റും ആളുകൾ കൂടുന്നുണ്ടാവും, ചിലപ്പോൾ മെൻറ്റീസ് ആയിരിക്കും ചില ആളുകളുണ്ടാവും. അങ്ങനെ ഓരോ തരത്തിൽ ആ ബീച്ച് എൻജോയ് ചെയ്യുന്ന കുറേ മനുഷ്യരെ കാണാൻ പറ്റും. രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഫാമിലിയായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ. ഇങ്ങനത്തെ സിറ്റി ഞങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല. അവിടുത്തെ മനുഷ്യരും വേറെ തന്നെ രസമുള്ളൊരു സ്പെഷ്യൽ ജീനുള്ള മനുഷ്യന്മാർ അവിടെ ഉള്ളത്. ഈ ഞങ്ങൾ പറയാമെന്ന് വെച്ചാൽ കോഴിക്കോടിന് വശീകരണ സ്വഭാവമുണ്ട്. നിങ്ങൾ ഒരു തവണ കോഴിക്കോട് പോയാൽ പിന്നെയും അവിടെ പോയിക്കൊണ്ടിരിക്കും.